കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ഇന്ന് പുലർച്ചെ മൂന്നാർ കല്ലാറിന് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താഴുകയായിരുന്നു. ഇതോടെ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാത വീണ്ടും അപകടക്കെണിയാവുകയാണ്. ദൃശ്യങ്ങൾ. അതുപോലെ തന്നെ ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലായിട്ടും മണ്ണെടുത്ത് വെച്ചേക്കുന്ന ഇരു സൈഡിലും പാറ പൊട്ടിക്കുന്നതും മണ്ണെടുത്ത് മാറ്റുന്നതും വലിയ അപകടം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ഇപ്പോൾ ഈ പണി നിർത്തിവെച്ച് ഇതിൻ്റെ ഈ മണ്ണെടുക്കുന്നതിൽ കുറച്ചും കൂടെ പഠനം നടത്തി വേണം പല സ്ഥലങ്ങളിലും മണ്ണും പാറ പൊട്ടിക്കലും നടക്കാൻ. ഇല്ലെങ്കിൽ ഗ്യാപ്പ് റോഡിന് സമാനമായി ഒരു ചെറിയ മഴ വന്നാൽ പോലും ഈ റോഡ് അടച്ചിടേണ്ട ദേശീയപാതയുടെ വികസനം തന്നെ ഒടിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. രാഹുൽ സുരേഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, അപ്പോൾ വലിയ തിരക്കുള്ള പാതയാണ്, പക്ഷേ ഇപ്പോഴും ആ പാതയിൽ അപകടം പതിയിരിപ്പുണ്ട്. സൂക്ഷിക്കേണ്ട സമയമാണ് അല്ലേ രാഹുൽ? ഷിഹാസ്, ദേശീയപാതയുടെ നേരുമംഗലം മുതൽ മൂന്നാർ വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചപ്പോൾ മുതൽ പരാതി പ്രവാഹമാണ്. ചെറിയൊരു മഴ പെയ്താൽ പോലും മണ്ണിടിച്ചിലുണ്ടാകുന്നു, അതുകൂടാതെ വെള്ളക്കെട്ട് ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് അടിമാലിക്ക് സമീപം ലക്ഷം വീട് ഉന്നതിയിൽ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 30ഓളം വീടുകൾ തകരുകയും ചെയ്തത്. അന്ന് തന്നെ നിരവധി പരാതികൾ നൽകിയതാണ്. ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെടുകയും നാഷണൽ ഹൈവേ അതോറിറ്റിയോടും ഈ നിർമ്മാണ കമ്പനിയോടും വിശദീകരണം ഉൾപ്പെടെ തേടുകയും ചെയ്തതാണ്. പക്ഷേ ആ പ്രശ്നത്തിന് ഇതുവരെയും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോഴുണ്ടാകുന്ന സംഭവങ്ങളും സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ മാത്രം ഏതാണ്ട് 1 മണിക്കൂർ പെയ്ത മഴയിലാണ് അടിമാലിയിലെ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അടിമാലി ടൗൺ തന്നെ വെള്ളത്തിലാവുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് ഈ കല്ലാറിന് സമീപം 60-ാം മൈലിൽ ഈ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താഴേക്ക് പോയത്. മണ്ണും ഈ സംരക്ഷണ ഭിത്തിയും അടക്കമുള്ള ഭാഗം റോഡിന്റെ താഴേക്ക് പതിച്ചു പോവുകയായിരുന്നു. പക്ഷേ റോഡിന് ഇതുവരെയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ റോഡും ഇടിഞ്ഞു താഴാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ് ഇവിടുത്തെയും പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്നതാണ് ആളുകൾ പറയുന്നത്. ഈ സാധാരണ ഈ റോഡിന്റെ സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടുമ്പോൾ ആവശ്യത്തിന് കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ട് വേണം റോഡിന്റെ നിർമ്മാണങ്ങൾ നടക്കാൻ. പക്ഷേ പലയിടങ്ങളിലും അത് ഉണ്ടാകുന്നില്ല എന്ന വ്യാപകമായിട്ടുള്ള പരാതിയാണ് ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും താൽക്കാലികമായി ഇപ്പോൾ ഈ സംരക്ഷണ ഭിത്തി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ വിവിധ ഇടങ്ങളിൽ നേരുമംഗലം വനമേഖലയിലൊക്കെ കുറേയധികം ഇടങ്ങളിൽ റോഡിലേക്ക് വീഴാറായിട്ടുള്ള മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ റോഡിലേക്ക് നിലം പതിക്കാറായിട്ടുള്ള അപകടക്കെണിയുള്ള മൺകൂനകൾ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം അങ്ങനെ തന്നെ തുടരുകയാണ്. മഴ തുടരുകയാണെങ്കിൽ വീണ്ടും ആശങ്കയിലേക്ക് ദേശീയപാതയിലേക്ക് കാര്യങ്ങൾ പോകും. ശിഖാസ്, ശരി.